അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. കഴിയുന്നവരൊക്കെ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക, അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളുടെ അരയാഭരണങ്ങൾ, മാലകൾ, പാദസരങ്ങൾ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. അവിടെ നിന്ന് ആ രീതിയിലൂടെ പണം പിരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ട്, അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. നിങ്ങളുടെ അരയാഭരണങ്ങൾ, മാലകൾ, പാദസരങ്ങൾ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. സ്ത്രീകളോട് ഞാൻ പറയണം, ഒരു കുഞ്ഞി മോതിരം ഊരിയിട്ടാ മതി, അല്ലാഹു കൂലി തരും. ഇത് പടച്ചോനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ഖേദിക്കും ഒരു കാലത്ത് ഇതൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് ആ രീതിയിലൂടെ പണം പിരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. നമ്മളെല്ലാവരും ഒരുങ്ങി, ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല. ഒരു ബക്കറ്റുള്ള കാലത്തോളം നമുക്ക് പ്രശ്നമില്ല. ആ ബക്കറ്റും കൊണ്ട് അങ്ങനെ പോയാൽ മതി, കാര്യങ്ങൾ നടന്നോളും. ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് ഒരു അടുപ്പം, മനസ്സിലെ ഒരു ചിന്ത തോന്നി തന്നെ 2000 പറക്കണ ഒരു ദിവസം ഉണ്ടായിരുന്നു, ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഡേ. അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അന്ന് 2000 അന്നൊരു പ്രഭാഷകൻ ടി കെ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ നാട്ടിൽ പ്രസംഗിക്കണം. അപ്പൊ വയലിങ്ങനെ പറഞ്ഞു, മരിച്ചുപോയവർക്ക് വേണ്ടി ഖബറിൽ പ്രകാശം കിട്ടാൻ, അവരുടെ ഖബർ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, സ്വതക്ക ചെയ്ത് ദുആ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ സാധാരണ ഇങ്ങനെ ആളുകളുടെ അടുത്തുനിന്ന് സ്വതക്ക തരുന്നത് ഇങ്ങനെ സ്റ്റേജിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാൻ. ആ സമയത്ത് ഉമ്മാന്റെ 2 കമ്മൽ ഊരിട്ട് എന്റെ കയ്യിൽ തന്നത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയോ? ആ ഉമ്മാന്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന 2 കമ്മല് അത് ഊരി എന്റെ കയ്യിൽ തന്നിട്ട് ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, സത്യത്തില് ഒരു ഉമ്മ വളർത്തിക്കൊണ്ടുവരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാക്ക് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇതിങ്ങനെ ഉള്ളതും കൂടെ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ഖബറിൽ വെളിച്ചം കിട്ടാൻ, പിന്നെ ഖബർ വിശാലമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സ്വാഭാവികമായി നമ്മുടെ ഒക്കെ മനസ്സിന്റെ ലോലതയെ അവിടെ ചൂഷണം ചെയ്യപ്പെടും. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഇതൊന്നും അല്ലാഹ് എന്തായാലും കാരുണ്യവാനായ റബ്ബൊന്നും ഇങ്ങനത്തെ ഒരു ദീനിനെ പറയില്ലല്ലോ എന്ന് വന്നൊരു ചിന്തകളാണ് സ്വാഭാവികമായും നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ പഠനങ്ങളിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തിലൊക്കെ ആകർഷിക്കപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ചൂഷണങ്ങൾ വലുതാണ്. പണം നിങ്ങൾ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാൻ, അള്ളാന്റെ ദീനിൽ എവിടെയും കച്ചവടമില്ല. പക്ഷേ എല്ലാ സദസ്സിലും ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, നിങ്ങളുടെ അരയാഭരണങ്ങൾ, മാലകൾ, പാദസരങ്ങൾ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. അവിടെ നിന്ന് ആ രീതിയിലൂടെ പണം പിരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല.
സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്നിട്ട് കേട്ടോ, ഖലീൽ തങ്ങൾ സലാത്ത് ചൊല്ലിയിട്ട് പിരിവെടുക്കുമ്പോ ഞങ്ങളൊക്കെ എടുക്കാറുണ്ട് പിരിവ്. ജനങ്ങളെ നമുക്ക് അള്ളഹാനോട് ദ്വാരക്ക, സ്വർഗം തരാനും നിങ്ങൾക്ക് നിയമത്ത് തരാനും രോഗമാനൊക്കെ ദ്വാരക്കാന്നേ പറയുള്ളൂ. ഇവർ ഓഫറാ. മൗലവി പറയാ സ്വർഗം വേണോ സ്വർണം വേണോ, മൂപ്പരെ ഏൽപ്പിച്ചല്ലേ ഇത് കൊടുക്കാനേ. ഏയ് സ്വർഗം കൊടുക്കാൻ ഏൽപ്പിച്ച മൗലവി സ്വർഗം വേണോ സ്വർണം വേണോ, 5 പവന് അരഞ്ഞാണോ എല്ലാം ബക്കറ്റിലും കിട്ടോളി. ഇയാളാ പറയുന്നത് അതേ പ്രസംഗത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒന്നും കൂടി കേട്ടോളി. ഇയാൾ എന്നെ പറയുന്നത് വലിയ പൈസ ആണെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നാ മതി. അതൊന്ന് കേട്ടോളി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ ഖാദിർ അല്ലാത്ത ഒന്നിനോട് ഒരു കാര്യം ചോദിക്കുന്നതെല്ലാം ശിർക്കാണോ? ഇത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു കല്ലിനോട് 10 രൂപ കടം ചോദിച്ചാൽ അത് ശിർക്കാണോ? അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ, നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഉപ്പയോടൊരു മകൻ ചോദിക്കുകയാണ്, ഉപ്പ വീടിൻ്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത്? അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ശിർക്കല്ല. അപ്പോൾ ഖാദിർ അല്ല എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ശിർക്കാവുക. നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ നുബുവത്ത് കിട്ടുന്നത് വരെ അൽ അമീനായി ജീവിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ജീവിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കാരണം അവിടെ നിന്നും അക്രമം സഹിക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ, നുബുവത്ത് കിട്ടിയതിൻ്റെയും ഹിജ്റ പോകുന്നതിൻ്റെയും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ അവിടെ നബിയെ ആക്രമിച്ചിരുന്ന മക്കാ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണല്ലോ ശിർക്ക് വന്നത്. എന്തായിരുന്നു ആ ആരാധന? അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാതെ അവർ ചെയ്തിരുന്ന എല്ലാ ആരാധനയും ഇസ്ലാമിന്റെ പുറത്തായിരുന്നു. ആരാധനകൾ വിശദീകരിക്കണം. ഒന്ന്, ഹിജ്റ പോയതിനു ശേഷം നിസ്കാരം, അതുപോലെ നോമ്പൊക്കെ നിർബന്ധമാകുന്നത് അതിനൊക്കെ മക്കാ മുശ്രിക്കുകൾ ചെയ്തിരുന്ന അവരുടെ ആരാധനമാർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആരാധന എന്താണെന്ന് വിശദീകരിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർ നടത്തിയിരുന്ന തൽബിയത്തിന്റെ കാര്യം പറഞ്ഞ് ഇനിയും ഹജ്ജിലേക്ക് കൊണ്ടുപോകാനാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞ വിശദീകരണം അതിന് പൂർണ്ണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെന്ത് ഇബാദത്ത് നടത്തിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാതെ, അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാതെ ആരെന്ത് ഇബാദത്ത് നടത്തിയാലും അത് ദീനിൽ സ്വീകാര്യമേ അല്ല. അള്ളാഹു തആല യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാതെ ശരിയാണ്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. ശരി, അള്ളാഹുവിനെ ശിർക്ക് വെച്ചു എന്ന് പറയുന്നു. ശിർക്ക് വെക്കുന്നത് ഏത് കാര്യത്തിലായിരുന്നു? എന്ത് കാര്യത്തിലായിരുന്നു ശിർക്ക് വെച്ചിരുന്നത്? എന്താണ് ആ ആരാധന എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് മക്കാ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ശിർക്ക് വെച്ച ആരാധന. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രശ്നത്തിന്റെ പരിഹാരമായി. ശിർക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ശിർക്ക് എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്ത വിശ്വാസ ശാസ്ത്ര ഗ്രന്ഥമായ ശറഹുൽ അഖായിദ്, അതുപോലെ തന്നെ ശറഹുൽ മഖാസിദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യതി ബിമാനാ വുജൂബിൽ വുജൂദി ഔ ബിമാനാ ഇസ്തിഹ്ഖാഖിൽ ഇബാദ. ഇതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഈ ശിർക്കായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വെച്ചു പുലർത്തിയിരുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിൽ സ്വയം പര്യാപ്തനാണ് എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മറ്റൊരു സൃഷ്ടികളിൽ അവർ ചാർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നേരത്തെ ഇവിടെ പറഞ്ഞ മറുപടി തന്നെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചില്ല. അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ ഈ മറ്റു സൃഷ്ടികളിലും മറ്റു വസ്തുക്കളിലും ചാർത്തുകയും ആ ചാർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ കളങ്കമുണ്ടാക്കുകയും ചെയ്തു. അതാണ് ഒരു ശിർക്ക്. ഒരു ശിർക്കിന്റെ ഒരു ഇനം അതാണ്. രണ്ടാമത്തെ ഇനം, ആ അള്ളാഹുവിന്
സമർപ്പിക്കേണ്ടുന്ന ഇബാദത്ത്, ആ ഇബാദത്ത് മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനല്ലാതെ മറ്റ് ശരീക്കായ പങ്കാളികളായ ഇതര ദൈവങ്ങളുണ്ട്. ലാത്ത, ഉസ്സ, മനാത്ത പോലോത്ത ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾക്കും അവർ ചാർത്തി കൊടുത്തു, ആ ദൈവങ്ങൾക്ക് അവർ സമർപ്പിച്ചു. ഇതുമാണ് ശിർക്കിന്റെ രണ്ട് വകഭേദങ്ങൾ. ഈ രണ്ട് ഇനവും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവരെ കുറിച്ച് മുശ്രിക്കുകളെന്നും അവർ ഇസ്ലാമിൽ ശിർക്ക് അല്ല, അവര് അള്ളാഹുവിന്റെ കൂടെ പങ്കുവെച്ചവരാണ് എന്നും പറയാനുള്ള കാരണം. ചോദിച്ചോളി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതെങ്കിലും കാര്യത്തിൽ അവർ ശിർക്ക് വെച്ചിരുന്നു എന്ന് പറഞ്ഞു, ഇബാദത്തിലൂടെ ശിർക്ക് വെച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇബാദത്തിലൂടെ മാത്രമല്ല, അങ്ങനെയും ശിർക്ക് വെച്ചിരുന്നു. ശരി, ഖുർആനിൽ ഒരു ഭാഗത്ത് എന്തിനാ നിങ്ങൾ അവരെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹൗലായി ശുബഹാഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഇവർ ഞങ്ങളെ ശുപാർശക്കാരാണ് എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ അടുത്ത് ഇവർ ശുപാർശക്കാരാണ്. അതുപോലെ തന്നെ സുമർ സൂറത്തിൽ 3-ാമത്തെ എന്തിനാ അള്ളാഹുവിന് പുറമെ ഔലിയാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ എന്നും, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ ഞങ്ങൾ ഇവർക്ക് ആരാധന ചെയ്യുന്നില്ല. അപ്പൊ ഏറ്റവും ഉന്നതനായി അള്ളാഹുവിനെ മാത്രമായിരുന്നു അവർ അംഗീകരിച്ചിരുന്നത്. എന്നിട്ടും അവർ ശിർക്ക് വന്നു. അവർ കപ്പലിൽ കയറി കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്കെന്റെ വിശദീകരിക്കണ്ടേ? അവർ അവിടെയും എന്താ ചെയ്തിരുന്ന, അവിടുന്ന് ബുദ്ധിമുട്ട് വരുമ്പോ അള്ളാഹുവിനെ മാത്രം അവരെ മുഖ്ലിസീന ലഹുദ്ദീനായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ കരയിലേക്ക് എത്തിയ അവര് ശിർക്ക് വെച്ചിരിക്കും. ഇങ്ങനെയുള്ള ഈ വിശ്വാസം ഇന്ന് ഈ മുസ്ലിം സമുദായത്തിലുള്ള പല ആളുകളും ചെയ്യുന്നില്ലേ? ഒറ്റ ആളും ചെയ്യുന്നില്ല. ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചാലോ? ഒറ്റ ആളും, ഈ യഥാർത്ഥ മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട ഒരാളും ചെയ്യുന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന പ്രവൃത്തി ഒരാളും ചെയ്യുന്നില്ല. സുന്നികളായ ആളുകളെ കുറിച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സുന്നികളെ കുറിച്ചാണെന്ന് ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, സുന്നികളായ മുസ്ലിമീങ്ങൾ ആരും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ഈ പരിപാടി ചെയ്തിട്ടേ ഇല്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് അവിടെ ഭീമമായ ഒരു അബദ്ധം പിഴഞ്ഞിട്ടുണ്ട്. എന്താണ് അബദ്ധം? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകാനുള്ള ആളുകളാണ് മഹാത്മാക്കൾ എന്നവർ പറഞ്ഞല്ലോ. അത് ശിർക്കാണെന്നാണല്ലോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. ഞങ്ങളെ ചോദ്യത്തിന്റെ കാതൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അവിടെ ഭീമമായ അബദ്ധം പറ്റിയിരിക്കുന്നു. ഇവർ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും എന്ന് പറഞ്ഞതല്ല ഇവരുടെ ശിർക്കിന്റെ കാരണം. അത് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാ. ശിർക്ക് എന്താ? അത് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. എന്താണത്? മക്കയിലെ മുശ്രിക്കുകൾ അവർ ചെയ്തതെന്താ? അല്ലാഹുവേതര ദൈവങ്ങൾക്ക് അവർ ആരാധിച്ചു. ഇതാണ് പ്രശ്നം. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, നിങ്ങൾ ഓതുന്ന ഏതായത്തുണ്ടോ, ഏതായത്തിന്റെ തഫ്സീർ ഞാൻ ഇവിടെ നിന്ന് പറയാം. എത്രയോ ആയത്തുകൾ ഖുർആനിൽ പറഞ്ഞു മക്കയിലെ മുശ്രിക്കുകൾ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയും വിട്ട് അവർ ആരാധിച്ചു, ഇതര ദൈവങ്ങൾക്ക് ആരാധിച്ചു. അല്ലാഹുവിനെ നൽകേണ്ടുന്ന ആരാധന ഇതര ദൈവങ്ങൾക്ക് നൽകി, ഇതര ദൈവങ്ങളെ ആരാധിച്ചു. ഇതാണ് ഇവിടത്തെ പ്രശ്നം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന നടത്തി എന്നതാണ് ഇവിടുത്തെ ശിർക്ക്. ആരാധന ചെയ്തപ്പോ അവരെന്ത് പറയുകയും ചെയ്തു? ഞങ്ങൾ ആരാധിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ ഇങ്ങനെ ഈ ലാത്തക്കും റുസ്സക്കും മനാത്തക്കും ആരാധിച്ചാൽ ആ ലാത്തയും റുസ്സയുമാകുന്ന ദൈവങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വലിയ തമ്പുരാന്റെ മുമ്പില് ഞങ്ങൾക്ക് ആവശ്യമായ ഉപകാരങ്ങൾ ചെയ്തു തരും എന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്ന കൊച്ചു ദൈവങ്ങൾക്കൊക്കെ ആരാധിക്കുന്നത് എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടത്തെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. എന്ത് ശഫാഅത്ത് അല്ലാഹു അല്ലാത്ത ഒരാളേക്ക് അമ്പിയാക്കൾ ഔലിയാക്കളോട് സുന്നികൾ ആവശ്യപ്പെടുന്നു, അതുപോലെ ശഫാഅത്ത് നൽകും, ശഫാഅത്ത് ചെയ്യും എന്ന് വിശ്വസിച്ചതല്ല
ഇവിടത്തെ കുഴപ്പം. ഇമാം റാസി ഈ കാര്യം ഇത് പ്രത്യേകം രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹുവേതര ദൈവങ്ങൾക്ക് ആരാധിക്കുകയും ആ ദൈവങ്ങൾ അല്ലാഹു ശഫാഅത്ത് നൽകാൻ അനുമതി നൽകിയിട്ടില്ലാത്ത ദൈവങ്ങളിൽ നിന്ന് അവർ ശഫാഅത്ത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് ആരാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് കുഴപ്പം. മുസ്ലിമീങ്ങളായ സുന്നികളായ നമ്മളോ അള്ളാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യും, അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്യും, ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്യും നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അവർക്ക് നമ്മൾ ആരാധിക്കുന്നില്ല. ആരാധനയാണ് ഇവിടുത്തെ വിഷയത്തിന്റെ മർമ്മം. ആരാധന അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധന അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ആരാധനക്ക് തരപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അത് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേരുകയും ചെയ്ത പ്രസ്ഥാനമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത്. മക്കയിലെ മുശ്രിക്കുകളോ അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് മുശ്രിക്കുകളും അവരുടെ സ്വഭാവം എന്താ? അല്ലാഹുവേതര ദൈവങ്ങൾക്ക് അവർ ആരാധിക്കുന്നു. ആരാധിച്ചുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതും കരുതുന്നതും എന്താ? ആ ദൈവങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്നുമാണ്. അപ്പൊ ഇത് രണ്ടാണ്. ഒന്ന് മുശ്രിക്കുകൾ വിശ്വസിക്കുന്ന വിശ്വാസം ഏതോ അതല്ല സുന്നികൾ നിർവഹിക്കുന്നതും വെച്ചു പുലർത്തുന്നതും. സുന്നികൾ വെച്ചു പുലർത്തുന്ന വിശ്വാസം ഏതോ അത് ഒറ്റ മക്ക മുശ്രിക്കും വെച്ചു പുലർത്തുന്നു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.